ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. മുംബൈ ആരാധകർ ആഘോഷമാക്കിയ വാക്കുകളാണിത്. തോറ്റു തുടങ്ങിയിടത്തു നിന്നും കംബാക്ക് സ്റ്റോറികൾ രചിച്ചതോടെ ആ വാചകങ്ങൾക്കൊരു മാസ് പരിവേഷമുണ്ടായിരുന്നു. പക്ഷേ പോയ 5 സീസണുകളിലും മുംബൈ തോറ്റു തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ കപ്പൊന്നും കിട്ടിയിട്ടില്ല. പോയ 5 സീസണുകളിലും ഫൈനലും കണ്ടിട്ടില്ല. 2 തവണ പ്ലേ ഓഫിലെത്തിയപ്പോൾ 3 തവണ ലീഗ് ഘട്ടത്തിൽ തന്നെ പുറത്തായി. പക്ഷേ എതിരാളികളുടെ ചങ്കിൽ തീ കോരിയിട്ട് പറക്കുന്ന ഒരു മുംബൈ ഇന്ത്യൻസ് ഉണ്ട്. ചാരത്തിൽ നിന്നും എണീറ്റ് വരുന്നവർ. ആ വിൻറ്റേജ് മുംബൈയെ ഇക്കുറി നിശ്ചയമായും കാണുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല. കാരണം മുംബൈയുടെ ടീം ലൈനപ്പ് നോക്കൂ, അക്ഷരാർത്ഥത്തിൽ വേൾഡ് ക്ലാസ് എന്ന് വിളിക്കാവുന്ന ഒരു സംഘമാണത്. കൂടെ ബെഞ്ചിലും നീണ്ട നിര അവസരം കാത്തുകിടക്കുന്നു. മുംബൈക്ക് ഓപ്പണിങ്ങിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരറ്റത്ത് രോഹിത് ശർമ്മ തന്നെ, മറുവശത്ത് കിംഡൻ ഡീകോക്ക്. മുംബൈ ആരാധകർക്ക് വിൻറ്റേജ് ഓർമ്മകൾ നൽകുന്ന കൂട്ടുകെട്ടാണിത്. IPL കിരീടത്തിൽ നീല റിബൺ പതിഞ്ഞ പല സീസണുകളിലും ഓപ്പണിങ്ങിലുണ്ടായത് ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ്. മുംബൈക്ക് ആരാണ് രോഹിത് ശർമ്മ? അല്പം സിനിമാറ്റിക്കായി പറഞ്ഞാൽ അയാൾ വളർത്തിയ മണ്ണാണത്. മുംബൈക്കായി 5 കിരീടങ്ങൾ ഏറ്റുവാങ്ങിയ ക്യാപ്റ്റൻ, മഹാനഗരത്തിൻ്റെ മഹാനായകൻ. പക്ഷേ ഈ ഏപ്രിൽ മാസത്തിൽ 39 വയസ്സ് തികയുന്ന രോഹിതിന് ഒരർത്ഥത്തിൽ ഈ IPL അതിനിർണായകമാണ്. കുറഞ്ഞ പന്തുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തുടക്കമെങ്കിലും രോഹിതിൽ നിന്നും മുംബൈ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം ഇനിയൊരു സീസണ് ബാല്യമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. പക്ഷേ ഇത് രോഹിത് ശർമ്മയാണ്. ഏത് സമയവും തിരിച്ചു വരാനുള്ള മരുന്ന് ഇന്നും അയാളുടെ കയ്യിലുണ്ട്. വിമർശനങ്ങളുടെ മേളപ്പെരുക്കത്തിൽ നിന്നും അതിഗംഭീരമായി തിരിച്ചു വന്ന രോഹിതിനെ നാം പോയ IPLലും ഇന്ത്യൻ ഏകദിന കുപ്പായത്തിലും കണ്ടിട്ടുമുണ്ട്. കൂടെയുള്ള കിംഡൻ ഡീകോക്ക് മുംബൈക്ക് ചുളുവിലക്ക് കിട്ടിയ അസറ്റാണ്. ലേലത്തിൽ കാര്യമായ പണമില്ലാതിരുന്ന മുംബൈ വെറും 1 കോടിക്കാണ് ഈ ഇടങ്കയ്യനെ ടീമിലെത്തിച്ചത്. ഡീകോക്കിൻ്റെ എക്സ്പീരിയൻസിലും ടാലൻറ്റിലും ആർക്കും സംശയമില്ല. പക്ഷേ അയാളുടെ കൺസിസ്റ്റൻസി ഒരു പ്രശ്നം തന്നെയാണ്. ഡീകോക്ക് ഫോമിലല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരാൾ കൂടിയുണ്ട്, റിയാൻ റിക്കൽട്ടൺ. ഡീകോക്കിൻ്റെ അതേ നാട്ടുകാരൻ, കൂടെ ഇടങ്കയ്യനും വിക്കറ്റ് കീപ്പറും. 3-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ഉണ്ടാകുക. ഇന്ത്യയെ ലോകകിരീടം ചൂടിച്ച ക്യാപ്റ്റൻ ഫ്രാഞ്ചൈസി ടീമിൽ ക്യാപ്റ്റൻ അല്ലാതിരിക്കുന്ന അപൂർവ ദൃശ്യം. ഫോമിലാണെങ്കിലും ഫോമിലല്ലെങ്കിലും എല്ലാ മത്സരങ്ങളും തികച്ചു കളിക്കുമെന്ന് ഉറപ്പുള്ളയാളാണ് സൂര്യകുമാർ. കാരണം അയാൾക്ക് മുംബൈ കുപ്പായത്തിൽ അത്രക്കും വലിയ ലെഗസിയുണ്ട്. പിന്നാലെ എത്തുന്നത് മറ്റൊരു ഇന്ത്യൻ താരം, തിലക് വർമ്മ. ഇന്നിങ്സ് ആങ്കർ ചെയ്യേണ്ട റോൾ കൂടി ഇക്കുറി തിലകിനുണ്ടാകും. 2020 ലോകകപ്പിൽ ആദ്യ വിമർശനം കേട്ടിരുന്ന തിലക് അവസാന ലാപ്പിൽ തകർത്തടിച്ചിരുന്നു. പിന്നാലെ വരാനുള്ളത് ഹാർദിക് പാണ്ഡ്യ. പാണ്ഡ്യയ്ക്ക് ചെയ്യാനുള്ളത് ഫിനിഷർ റോൾ തന്നെയാണ്. കൂടെ ലോകകപ്പിൽ പാണ്ഡ്യ പന്ത് കൊണ്ട് കാണിച്ച കൺസിസ്റ്റൻസിയിലും മുംബൈ പ്രതീക്ഷ വെക്കുന്നു. പക്ഷേ ക്യാപ്റ്റൻ എന്ന നിലയിൽ പാണ്ഡ്യയ്ക്ക് ഇതൊരു അഗ്നി പരീക്ഷയാണ്. ക്യാപ്റ്റനായ ആദ്യ സീസണിൽ വാങ്കഡയുടെ കൂവലുകൾ അതിജീവിച്ച പാണ്ഡ്യ പോയ സീസണിൽ ടീമിനെ കംബാക്ക് നടത്തി പ്ലേ ഓഫിലെത്തിച്ചിരുന്നു. ഈ സീസണിൽ അതിനു മുകളിലുള്ള ഒരു പെർഫോമൻസ് പാണ്ഡ്യയ്ക്ക് നിർണായകമാണ്. കാരണം ഇത്രയും മികച്ച സ്ക്വാഡ് ഉണ്ടായിട്ടും റിസൾട്ട് ഇല്ലെങ്കിൽ അതിന് പാണ്ഡ്യയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. മുംബൈ ആണെങ്കിൽ ക്യാപ്റ്റൻസി മെറ്റീരിയലുകൾക്ക് ക്ഷാമമുള്ള ടീമല്ല താനും. ഈ ലൈനപ്പിലേക്ക് വരുന്ന മറ്റൊരു ഇന്ത്യൻ താരം നമൻധറാണ്. കൂടെ വിൽ ജാക്സും മിച്ചൽ സാന്നറും ഓവർസീസ് താരങ്ങളായി എത്തും. വിൽ ജാക്സിൻ്റെ സാന്നിധ്യം മുംബൈയുടെ ബാറ്റിംഗ് ഓർഡറിനെ ഫയർ ബ്രാൻഡാക്കുന്നുണ്ട്. ഫിനിഷിങ്ങിലും ടോപ്പ് ഓർഡറിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നയാളാണ് വിൽ ജാക്സ്. കൂടെ അത്യാവശ്യം പന്തുമെടുക്കും. 2020 ലോകകപ്പിൽ വിൽ ജാക്സിൻ്റെ ഓൾറൗണ്ട് മികവ് ക്രിക്കറ്റ് ലോകം കണ്ടതാണ്. സാന്നറാണെങ്കിൽ കൺസിസ്റ്റൻ്റായി സ്പിൻ എറിയാൻ സാധിക്കുന്നയാൾ, വേണ്ടി വന്നാൽ ബാറ്റുമെടുക്കും. പേസ് ബോളിംഗിൽ മുംബൈക്ക് കാര്യമായ ആശങ്കകളില്ല. ആരാധകർ BBC എന്ന് പേരിട്ട് വിളിക്കുന്ന സഖ്യം അവിടെയുണ്ട്. മുംബൈയുടെ 4 ഓവറുകൾ ഷുവർ ബെറ്റായി തന്നെ നിലനിൽക്കുന്നു. ബോൾട്ടിന് പോയ കാലത്തെ മൂർച്ചയില്ലെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട്. ദീപക് ചഹാർ ആണെങ്കിൽ ഒരു കംബാക്കിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെർഫൈൻ റദർഫോർഡ്, കോർബിൻ ബോഷ്, അല്ലാഹ് ഗസൻഫർ അടക്കമുള്ള വിദേശ താരങ്ങൾ റിസർവ് ബെഞ്ചിലുമുണ്ട്. ഷർദുൽ ഠാക്കൂർ, മയങ്ക് മാർക്കാണ്ഡെ, റോബിൻ സി എന്നീ ഇന്ത്യൻ റിസർവ് സ്ക്വാഡുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും കീറൻ പൊള്ളാർഡ് ശൂന്യമാക്കിയ ഒരു വലിയ ഓവർസീസ് സ്പോട്ട് ഇനിയും അവിടെ ശൂന്യമാണ്. ഈ സീസണിലെങ്കിലും ആരെങ്കിലും ആ സ്പോട്ടിലേക്ക് കയറിയിരിക്കുമെന്നാണ് മുംബൈയുടെ പ്രതീക്ഷ. പേസ് ബോളിംഗിൽ ബുംറയെ മാത്രം ആശ്രയിക്കാതെ മറ്റുള്ളവർ കൂടി ഫോമിലേക്ക് വരേണ്ടതാണ്. കാരണം കളിക്കേണ്ടത് വാങ്കഡയിലാണ്. റൺസ് യഥേഷ്ടം പിറക്കുന്ന വാങ്കഡയിൽ ബോളർമാർക്കും വലിയ റോൾ ചെയ്യാനുണ്ടാകും. മാർച്ച് 29 കൊൽക്കത്ത, ഏപ്രിൽ 4 ഡൽഹി, ഏപ്രിൽ 7 രാജസ്ഥാൻ എന്നിവരാണ് മുംബൈയുടെ എതിരാളികൾ. ടീം ലൈനപ്പും റീസെൻ്റ് ഫോമും വെച്ച് നോക്കിയാൽ മുംബൈ ഫേവറിറ്റുകൾ തന്നെയാണ്.